നമ്മുടെ ഫഹദ് ഫാസിലിന്റെ മടങ്ങിവരവിൽ അഥവാ സെക്കൻഡ് ഇന്നിംഗ്സിൽ അദ്ദേഹം ആദ്യം ചെയ്ത സിനിമകൾ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് മമ്മൂട്ടിയുടെ പ്രമാണി എന്ന സിനിമയും പിന്നെ ജയസൂര്യ അനൂപ് മേനോൻ ടീമിന്റെ കോക്ടെയിൽ എന്ന സിനിമയിലെ ആ ഒരു വേഷവുമാണ്. എന്നാൽ ഈ രണ്ട് സിനിമകളിലും ഇദ്ദേഹത്തിന്റെ റോൾ താരതമ്യേന ചെറുതായിരുന്നു, സ്ക്രീൻ സ്പേസും കുറവായിരുന്നു. അപ്പോൾ മടങ്ങിവരവിൽ ഇദ്ദേഹം ആദ്യമായി ഒരു ഫുൾ ലെങ്ത് റോൾ ചെയ്ത സിനിമയായിരുന്നു ടൂർണമെന്റ്. ഈ പറഞ്ഞ 3 സിനിമകളും പുറത്തിറങ്ങിയിരിക്കുന്നത് ഒരേ വർഷമാണ് 2010. അപ്പോൾ ടൂർണമെന്റ് എന്ന ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തേത് തീർച്ചയായും ഈ പടത്തിൽ ദീപക് ദേവിന്റെ വക 1-2 നൈസ് പാട്ടുകളുണ്ട്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഈ പടം മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ, അതായത് ക്ലൈമാക്സ് ട്വിസ്റ്റ് അടക്കം കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പടം ഇറങ്ങുന്നതിന് 2 വർഷം മുൻപ് ഇതിന്റെ സംവിധായകനായ ലാൽ എഴുതി സംവിധാനം ചെയ്ത മറ്റൊരു ചിത്രമായിരുന്നു ടു ഹരിഹർ നഗർ. ആ സിനിമയിൽ ഒരു 1.5 ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതിന്റെ സക്സസ് കണ്ട് ഏതാണ്ട് അത് തന്നെയാണ് പുള്ളി ഈ സിനിമയിലും ആവർത്തിച്ചിരിക്കുന്നത്. അതായത് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരുപാട് ദൂരം യാത്ര ചെയ്തിരുന്നവർ അറിഞ്ഞിരുന്നില്ല കൂട്ടത്തിലുള്ള ഒരാൾ ഒരു കറുപ്പാടായിരുന്നെന്ന്. അപ്പോൾ ഒരുപക്ഷെ ടു ഹരിഹർ നഗർ എന്ന സിനിമ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഇതൊരു 1.5 ട്വിസ്റ്റ് ആകുമായിരുന്നു. പിന്നെ അവസാനത്തെ കാര്യം, ഈ സിനിമയുടെ പോസ്റ്ററിലെല്ലാം എഴുതി കാണിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ടു പ്ലേ ആൻഡ് റീപ്ലേ. അപ്പൊ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മെ ഓൾറെഡി കാണിച്ച ഒരു കാര്യം വീണ്ടും മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാണിക്കുന്ന പരിപാടി ഈ സിനിമയിലുണ്ട്. അത് തന്നെയാണ് അവർ ആ ക്യാപ്ഷനിലൂടെ ഉദ്ദേശിച്ചത്. സോ ആകെ മൊത്തം പറഞ്ഞ ടു ഹരിഹർ നഗർ ഇൻ എ ന്യൂ ബോട്ടിൽ, അതായിരുന്നു എനിക്ക് ഈ സിനിമ.